Plus India's first animated live tuition. Hello everyone. Dharuk ഉണ്ട് നമുക്ക് Ali ഉണ്ട്. Hi Ali. Hi Arush. Then we have Mohammed Razeen. പിന്നെ Alveen ഉണ്ട്. പിന്നെ Parveen ആണോ sir? Second row. Yes. Parvan. Sorry. Parvan. Yes. Razeen. Adil. എല്ലാവരും ക്യാമറ ഒന്ന് ക്വിക്ക് ആയിട്ട് ഓൺ ചെയ്തേ നോക്കട്ടെ മിസ് കാണട്ടെ നിങ്ങളെ. Hi everyone. How are you guys doing? സർ നമുക്ക് ആദ്യം അലിനെ വിളിക്കാം. ഹായ് അലി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കൂട്ടാ. ഒരു റിക്വസ്റ്റ് ഇപ്പൊ അയച്ചുതരാം, ആ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. സർ ഒരു റിക്വസ്റ്റ് അയക്കും അലിക്ക്. ഹായ് അലി, ഹൗ ആർ യു? സുഖാണോ? ഫൈൻ, വെരി ഗുഡ്. സോ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ അക്കാഡമിക് ഇയർ എങ്ങനെയുണ്ട്? പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ അതോ പഴയ ഫ്രണ്ട്സിനെ തന്നെ കിട്ടിയോ? പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, പഴയതിനെ കിട്ടി. കുറച്ച് പഴയ ആൾക്കാർ എന്റെ ക്ലാസ്സിലുണ്ട്, അത് കൂടാതെ കുറച്ച് കൂടുതൽ പുതിയ ഫ്രണ്ട്സിനെയും കിട്ടിയില്ലേ? മിടുക്കൻ, വെരി ഗുഡ് വെരി ഗുഡ്. വെൽക്കം ടു ദി സെഷൻ. ഓക്കെ, യെസ് സർ. ആദിൽ എന്തുകൊണ്ടാ എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ യെസ്. ആദിൽ എവിടെ? ആദിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് കുറെ ഹാർട്ട് ഒക്കെ തന്നു അല്ലേ ആദിൽ റിയാക്ഷനില്? യെസ് യെസ് മിടുക്കൻ. സോ ആദിൽ, മഴ പെയ്യുണ്ടോ ഇപ്പൊ അവിടെ? ഇല്ല, മഴയൊക്കെ മാറിയല്ലേ. ഇപ്പൊ എങ്ങനെയാ, രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ടോ? അങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോ നമുക്ക് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടി ഉണ്ടാവും അല്ലേ? കേക്കുന്നില്ലേ മിസ് പറയുന്നത്? അതെന്താ? നെറ്റ് ഇഷ്യൂ ആയിരിക്കും കുട്ടാ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കുട്ടാ. എന്താണാവോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഓക്കെ വെരി ഗുഡ്. സോ വെൽക്കം ടു ദി സെഷൻ. ഓക്കെ മിസ്, എല്ലാവരും ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ക്യാമറ ഒക്കെ ഓൺ ചെയ്യണം. കാരണം എന്താ, ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ. മിസ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങളുടെ മുഖം കണ്ടിട്ട് മിസ്സിന് മനസ്സിലാവണ്ടേ? വേണ്ടേ? ഇനി ക്യാമറ ഓൺ ചെയ്യാൻ ചെറിയ മടി അല്ലെങ്കിൽ ചെറിയ നാണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കായിട്ട് മിസ് പറയാം, വേറെ ആർക്കും നിങ്ങളെ കാണാൻ പറ്റില്ല. നമ്മുടെ ഫോക്കസ് മോഡ് ഓൺ ആണ്. നിങ്ങൾക്ക് തമ്മിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. മിസ്സിന് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡിയോയിൽ മിസ്സിന്റെ കൂടെ അർജുൻ സാർ ഉണ്ട്. അർജുൻ സാറിനും കൂടെ നിങ്ങളെ കാണാൻ പറ്റും. സാർ ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും. അർജുൻ സാറിന്റെ ഹായ് പറയുന്നത് കേട്ടില്ലേ? യെസ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ നിങ്ങളെ കാണുള്ളൂ. ഓക്കെ, സോ മിസ്സിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിസ്സിന്റെ പേരാണ് മഹിമ. ഓക്കെ, മിസ്സിന്റെ പേരെന്താ? മഹിമ. ഇനി മിസ് ഏത് സബ്ജക്റ്റാ നിങ്ങൾക്ക് എടുക്കാൻ പോണേന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മഹിമ ഷാജഹാൻ എഴുതിയിട്ട് അതിന്റെ അടിയിൽ എന്തൊക്കെയോ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കെമിസ്ട്രി ടീച്ചർ. നിങ്ങൾ ആരെങ്കിലും, ദൈവമേ എനിക്ക് അങ്ങനത്തെ ഒരു സബ്ജക്ട് ഇതുവരെ പഠിക്കാനില്ലല്ലോ, പിന്നെ എന്താ കെമിസ്ട്രി ടീച്ചർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? സർ സെക്കൻഡ് റോ ഫസ്റ്റ് വൺ ആരാ? റിയ. അത് തന്നെ ആലോചിക്കണം. എന്തായിരിക്കും ഈ കെമിസ്ട്രി, ഞാൻ അങ്ങനെ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആലോചിച്ച റിയ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ. റിയക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഹലോ റിയ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ തോന്നുന്നല്ലോ കുട്ടാ. സ്റ്റക്ക് ആയിട്ട് ഇരിപ്പുണ്ടല്ലോ അവിടെ. ഓക്കെ, ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. മനസ്സിലായി. സ്റ്റക്ക് ആവുന്നുണ്ട് മോനെ ഇടയ്ക്ക്. ഓക്കെ, സോ മിസ് ഏത് സബ്ജക്ട് എടുക്കാൻ പോണേന്ന് അറിയോ നിങ്ങൾക്ക്? ബേസിക് സയൻസ് ആണ്. ഓക്കെ, സോ ബേസിക് സയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ശരിയായി, കെമിസ്ട്രി കേട്ടപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയതൊക്കെ. അപ്പൊ മിസ് എന്ത് ചെയ്യാം, മിസ് ആദ്യം ബേസിക് സയൻസിനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഒരു സ്റ്റോറി കേൾക്കണ പോലെ അങ്ങനെ ഇരുന്നാ മതി. ഓക്കെ, അപ്പൊ പിടിച്ചോ. നമുക്ക് ആരുണ്ട്? നമുക്ക് ബേസിക് സയൻസ് ഉണ്ട് അല്ലെ. ഈ സയൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യും. സയൻസ് ആരാ? ഒരു വലിയ ഫാമിലി. ഈ ഫാമിലിയില് 3 മക്കളുണ്ട്. എത്ര മക്കളാണുള്ളത്? 3 മക്കൾ. ഓക്കെ, ആദ്യത്തെ ആളാരാന്നറിയോ? ആദ്യത്തെ ആള് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാള്. ഫുൾ റൂൾസും ഫുൾ കാൽക്കുലേഷൻസും മാത്സ് പോലെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാള്. ആ മൂത്ത ആളെ സയൻസ് പേരിട്ടു എന്തെന്ന്? ഫിസിക്സ് എന്ന്. എന്തെന്നാ പേരിട്ടത്? ഫിസിക്സ്.
ഓക്കെ. പിന്നെ ഉണ്ട് രണ്ടാമത്തെ ഒരാള്. രണ്ടാമത്തെ ആൾ എങ്ങനെയാ പറയുക, വളരെ പാവ. ആൾക്ക് കുറെ ആനിമൽസിന് ഇഷ്ടാ, കുറെ പ്ലാന്റ്സിന് ഇഷ്ടാ. അപ്പൊ പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ ഇഷ്ടമുള്ള ഒരാള്, ആളെ സയൻസ് പേരിട്ട് വിളിച്ചു ബയോളജി. എന്താ വിളിച്ചേ? ബയോളജി. പിന്നെ ഏറ്റവും ഇളയ ഒരാള്, വൻ കുസൃതി. കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കുസൃതിക്കാരി. ഓക്കെ, ഇതില് മിസ്സിനെ പോലെ കണ്ണട വെച്ചിട്ടുള്ള ഒരാള്. സർ ഫസ്റ്റ് റോ സെക്കൻഡ് വൺ ആരാ? ആൽവിൻ. ആൽവിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. ആൽവിൻ. ആൽവിന്റെ വീട്ടിലെ ബ്രദറോ, ഐ മീൻ എൽഡർ ബ്രദർ, അനിയനോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടോ? ആൽവിൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ആൽവിൻ ഉണ്ടോ? അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ? ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവൂല ആൽവിന്റെ? ഇല്ല. സർ ആരുഷിന് ഒന്ന് വിളിച്ചോക്കാം. ആരുഷ്, ആരുഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരുഷ്, the first one sir, the very first one. yeah. yes ആരുഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കൂട്ടാ. ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ആ റിക്വസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. യെസ്, വെരി ഗുഡ്. ആരുഷിന്റെ വീട്ടിലെ സിബ്ലിങ്സ് ആയിട്ട് ആരൊക്കെയാ ഉള്ളത്? അയ്യടാ, നെറ്റ്വർക്ക് ഇഷ്യൂ, സ്റ്റക്കായി. സർ മ്യൂട്ട് ചെയ്തോ? മനസ്സിലായി. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന്. റസീൻ, നമുക്ക് റസീനെ കൂടെ ഒന്ന് നോക്കി നോക്കാം. റസീൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. റസീൻ, മുഹമ്മദ് റസീൻ. യെസ്. റസീൻ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ കൂട്ടാ. റസീൻ, റസീന്റെ വീട്ടിൽ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടോ? റസീൻ, അനിയൻ, അനിയത്തി, ചേട്ടൻ, ചേച്ചി ആരെങ്കിലും ഉണ്ടോ? യെസ്. ആരാ ഉള്ളത്? മദർ ഉള്ളത്. യെസ് യെസ്, മനസ്സിലായി. ഞാൻ ചോദിച്ചതേ, ബ്രദറോ സിസ്റ്ററോ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. ഓക്കെ. റസീനേക്കാൾ മൂത്തതാണോ അതോ ഇളയതാണോ? ഇളയതാണ്. രണ്ടുപേരും ഇളയതാണ് അല്ലെ? അപ്പൊ ഉമ്മ പറഞ്ഞോ ഏറ്റവും കൂടുതൽ കുസൃതി ആർക്കാ? റസീനാണോ അതോ ഏറ്റവും ഇളയ രണ്ടുപേർക്കാണോ? അപ്പൊ റസീൻ തന്നെ അല്ലെ? സെന്റർ നടുക്കൊരാളുണ്ട്, ആൾക്കാണ് ഏറ്റവും കൂടുതൽ കുസൃതി. ആളുടെ പേരെന്താ ഉമ്മ? റയാൻ. ഓക്കെ. സോ റസിന്റെ ഉമ്മ പറയുന്നു റയാനാണ് ഏറ്റവും കൂടുതൽ കുറുമ്പ്. ഓക്കെ. സോ നമ്മുടെ സയൻസിന് 3 മക്കളായിരുന്നു അല്ലെ? ആദ്യത്തെ ആള് ഭയങ്കര സീരിയസ്, രണ്ടാമത്തെ ആള് പാവം, പ്ലാന്റ്സിന് ആനിമൽസിനൊക്കെ ഇഷ്ടമുള്ള ആള്, മൂന്നാമത്തെ ആള് നമ്മുടെ റയാനെ പോലെ ഭയങ്കര കുസൃതിക്കാരനാ. എന്താ ഇയാൾ ചെയ്യാന്നറിയോ? വെറുതെ ആവശ്യമില്ലാതെ ഒരു സാധനം എടുത്തിട്ട് മറ്റേലേക്ക് ആഡ് ചെയ്യും, അതെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യും. അപ്പൊ കുറെ പൊട്ടിത്തെറിക്കും, കുറെ പുക വരും. അങ്ങനെ ഓരോരോ കുസൃതി ഒപ്പിക്കുന്ന ഒരാള്. ആളെ സയൻസ് പേരിട്ടു എന്തെന്ന്? റയാൻ എന്നാണോ? അല്ല, കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി. സോ ഇങ്ങനെ 3 പേര് കൂടി ചേരുന്നതാണ് നമ്മുടെ എന്ത്? ബേസിക് സയൻസ്. സോ ബേസിക് സയൻസ് ആയിരിക്കും മിസ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മിസ് ഒരു സ്റ്റോറി പറഞ്ഞുതരാം. എന്തിനാ നമ്മൾ ബേസിക് സയൻസ് പഠിക്കണേന്ന് അറിയണ്ടേ? വെറുതെ ഒരു ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ട് അത് ചുമ്മാ അങ്ങനെ പഠിച്ചാൽ മതിയോ? പറ്റില്ല. ഓക്കെ. സോ അതിന് നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? സ്റ്റോറിയിലേക്ക് പോവാം. ഓക്കെ. സോ ഈ സ്റ്റോറിയില് ഒരു ഹീറോ ഉണ്ട്. ഹീറോ ആരാ? നിങ്ങളുടെ പ്രായത്തിലുള്ള അതേ ഒരു കുട്ടി. അതെ, നിങ്ങളുടെ അതേ പ്രായമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദിൽ എന്ന് പേരിടാം. ആദിലെ, മിസ് പറയാൻ പോകുന്ന സ്റ്റോറിയില് ഒരു ഹീറോ ഉണ്ട്, ആദിലിന്റെ സെയിം ഏജാ. അപ്പൊ മിസ് ആളെ പേരിട്ടു ആദിൽ. അപ്പൊ സ്റ്റോറി കേട്ടോ മിസ് ചോദ്യം ചോദിക്കാൻ ഇടക്കിട്ടാ. അപ്പൊ ആദിലിനാണെങ്കിൽ സ്കൂളില് ഡെയിലി എക്സാമിന്റെ സീസണാ. പരീക്ഷയ്ക്ക് പഠിച്ച് ആദിലിന് അങ്ങോട്ട് വയ്യാതെയായി. ഓക്കെ. അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആദിൽ പറഞ്ഞു, ഓഫ് ഇനി എനിക്ക് വയ്യ പഠിക്കാൻ, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. അപ്പൊ ആദിൽ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാ? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആദിലിന്റെ ഓർമ്മ വന്നത്, ആദിലിന്റെ വീടിന്റെ കുറച്ചിത്തിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ, ആ ഗാർഡന്റെ ഒത്ത നടുക്ക് ഒരു വലിയ ആപ്പിൾ മരം ഉണ്ട്. അപ്പൊ ആദിൽ എന്ത് വിചാരിച്ചു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ നടന്ന് ആപ്പിൾ മരത്തിന്റെ അടിയിൽ പോയിട്ട് ഒന്ന് വിശ്രമിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് വിചാരിക്കും. അങ്ങനെ നടന്ന് നമ്മുടെ ആദിൽ ആപ്പിൾ മരത്തിന്റെ അടുത്ത് എത്തി. ആപ്പിൾ മരത്തിന്റെ അടിയിൽ ഇരുന്നു. വിശ്രമിക്കുന്നതിനിടയിൽ ആദില് പോലും അറിയാതെ ആദിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഓക്കെ, ആദിൽ ഉറങ്ങി. ആദിൽ സുഖമായിട്ട് അവിടെ കിടന്നു ഉറങ്ങുമ്പോണ്ടടാ ഒരു ആപ്പിള് വീണു നേരെ ആദിലിന്റെ തലയിൽ. ഓക്കെ, ഒരു ആപ്പിള് നേരെ ആദിലിന്റെ തലയിലേക്ക് വന്ന് വീണു. ആദിലാണെങ്കിൽ എന്ത് ചെയ്തു, ആ വേദന കാരണം ഞെട്ടി എണീറ്റിട്ട് പറയശോ ഒന്ന് മനസമാധാനായിട്ട് കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചപ്പോ അതിനും സമ്മതിക്കുന്നില്ല. ഓക്കെ, പിന്നെ അതിൽ അവിടെ ഇരിക്കാൻ പേടിയായി. ഇനെങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് പിന്നെയും ആപ്പിൾ എങ്ങാനും വന്ന് വീണാലോ എന്ന് പേടി. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ ഒരു ഉച്ച സമയം കേട്ടോ, നട്ടുച്ച സമയം, നല്ല വെയിലും ഉണ്ട്. അങ്ങനെ ആദില് തിരിച്ച് നടന്ന് ആ വെയിലത്ത് ആ ചൂടത്ത് നടന്ന് ആദിലിന്റെ വീട്ടിലെത്തി. ഓക്കെ, വീട്ടിലെത്തി. സർ, സെക്കൻഡ് റൂള് തേർഡ് വൺ ആരായിരുന്നു? ആവണി ആയിരുന്നു ഈ സിറ്റുവേഷനിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആവണി ഇങ്ങനെ വെയിലത്ത് നടന്ന് വന്ന് അവശരായി വീട്ടിലെത്തി. ആദ്യം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ആവണി എന്തായിരിക്കും ചെയ്യാ? വെയിലത്ത് നിന്ന് വളരെ ചൂടത്ത് നിന്ന് ആവണി വന്ന് വീട്ടിലേക്ക് കയറിയ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് എന്ത് ചെയ്യും? അമ്മ പറഞ്ഞോ, മിസ്സിന് കേക്കാം, അൺമ്യൂട്ട് ആയിട്ടുണ്ട്. മിടുക്കി, വെള്ളം കുടിക്കും. നമ്മുടെ ആദിലും അത് തന്നെ, നേരെ പോയി ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നു. ഓക്കെ, ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പോഴുണ്ട് ഇപ്പൊ മാങ്ങ സീസൺ അല്ലേ? ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ട് അല്ലെ? നമ്മുടെ ആദിലിന്റെ വീട്ടിലും ഉണ്ട് നല്ല അടിപൊളി മാങ്ങ. സോ ആദിലിന്റെ ഉമ്മ നല്ല അടിപൊളി മാംഗോ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്ക. അപ്പൊ ആദിൽ വിചാരിക്കും എന്നാ ഒരു കാര്യം ചെയ്യാം, മാംഗോ ജ്യൂസ് കുടിക്കാം. അങ്ങനെ ആദിൽ ആ മാംഗോ ജ്യൂസ് എടുത്തിട്ട് കുടിച്ചു നോക്കി. പക്ഷെ ഉണ്ടല്ലോ, ആദിൽ ഉദ്ദേശിച്ച അത്ര തണുപ്പ് ആ ജ്യൂസിനില്ല. അപ്പൊ ആവണി തണുപ്പില്ല. അപ്പൊ തണുപ്പ് കൂട്ടാൻ ആവണിയാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം കുടിച്ചപ്പോ വെള്ളത്തിന് ആവണി ഉദ്ദേശിച്ച തണുപ്പില്ല. അപ്പൊ ആ തണുപ്പ് ഒന്ന് കൂട്ടാൻ വേണ്ടി ആവണി എന്തായിരിക്കും ചെയ്യാ? ഫ്രിഡ്ജിൽ വെക്കും. പക്ഷെ നമുക്ക് അത്രയും അത് തണുക്കാൻ സമയം കൊടുക്കാനൊന്നും പറ്റൂന്നില്ല. കാരണം ഭയങ്കരമായിട്ട് ദാഹിച്ചോണ്ടിരിക്കുക. അപ്പൊ തന്നെ തണുത്ത് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ആ തണുപ്പ് കൂട്ടാൻ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട്? ആരോ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ട. അതന്നെ കറക്റ്റ് ഉത്തരം. പറഞ്ഞോ, എന്താ ആഡ് ചെയ്യും? ഐസ് ആഡ് ചെയ്യും. ഓക്കെ, സോ അതിൽ എന്ത് ചെയ്തു, ആ ജ്യൂസ് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഐസ് ആഡ് ചെയ്തു. ഐസ് ആഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തുണ്ട് ആദിലിന്റെ വീട്ടിലെ ഫോൺ ബെല്ലടിച്ചു. ഓക്കെ, ഫോൺ ബെല്ലടിച്ചു. നോക്കുമ്പോ ആരാ? സർ, സെക്കൻഡ് റോ ലാസ്റ്റ് വൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അലിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? മിസ്ബാ. ഓക്കെ, സോ ആദിലിന്റെ ഫ്രണ്ട് മിസ്ബാ ആയിരുന്നു അത് വിളിച്ചിരുന്നത്. ഓക്കെ, സോ ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് മിസ്ബാനോട് സംസാരിക്കുക. അപ്പൊ ഫോൺ എടുക്കാൻ പോകുമ്പോ എന്ത് ചെയ്തു, ആദിൽ ആഡ് ചെയ്യാൻ വെച്ച ആ ഐസ് ഉണ്ടല്ലോ ആ ടേബിളിന്റെ മുകളിൽ വെച്ചു. ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് മിസ്ബാനോട് സംസാരിക്കാൻ പോയി. സംസാരിച്ചു, തലയിൽ ആപ്പിള് വീണ കാര്യമൊക്കെ പറഞ്ഞു. ഒരു 5-10 മിനിറ്റ് അങ്ങനെ പോയിട്ടോ. എന്നിട്ട് ആദില് തിരിച്ചു വന്ന ആ ടേബിൾ നോക്കുമ്പോ ഉണ്ട് ഐസ് ഉരുകി വെള്ളായി. ഐസ് ഉരുകി എന്തായി പോയി? വെള്ളായി പോയി. ഇനിയിപ്പോ ഈ വെള്ളം കോരി എടുത്തിട്ട് ആ ജ്യൂസിലേക്ക് ഇടാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ? അപ്പൊ അതിനെന്താ ചെയ്തേന്നറിയോ? ആ വെള്ളം അങ്ങോട്ട് കോരി പുറത്തൊരു ചെടി ഉണ്ടായിരുന്നു, ആ ചെടിക്ക് അങ്ങോട്ട് ഒഴിച്ചു. ഓക്കെ, ഇതാണ് ഒരു സ്റ്റോറി. ഇത് നമ്മുടെ ആദിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ചെറിയൊരു സംഭവം. ഓക്കെ, ചെറിയൊരു സംഭവം. ഇത് എവിടെ വെച്ചിട്ടാ തുടങ്ങിയത്? ആദിലിന്റെ തലയിൽ ആപ്പിള് വീണപ്പോ അല്ലേ? യെസ്, ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ തലയിൽ ആപ്പിള് വീണു. അങ്ങനെ ആപ്പിള് വീണപ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഒക്കെ ആള് കണ്ടുപിടിച്ചത്. കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ട്? ആ സയന്റിസ്റ്റിന്റെ പേര് കേട്ടിട്ടുള്ളവരൊന്ന് തലയാട്ടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ആരുഷിനും അറിയാം, ആദിലിനെ അറിയാം, അലിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം.
വെരി ഗുഡ് സർ. തേർഡ് റോ സെക്കൻഡ് വൺ ആരാ? മുഹമ്മദ് മെഹർ. മെഹറിന് അറിയോ? മെഹർ ആരാണ് ആ സയന്റിസ്റ്റ് എന്ന്? അയടാ ഇപ്പൊ കേറിയുള്ളൂ. ഓക്കെ മിസ് എന്താ ചോദിച്ചതെന്നറിയോ? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ സയന്റിസ്റ്റിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ ആള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. ആ സ്റ്റോറി കേട്ടിട്ടുണ്ടോ മെഹർ? ഉണ്ട്. സോ മിസ്സിന്റെ ചോദ്യം, ഏതായിരുന്നു ആ സയന്റിസ്റ്റ്? ആരായിരുന്നു ആ സയന്റിസ്റ്റ്? അറിയോ? വെരി ഗുഡ്, ഐസക് ന്യൂട്ടൺ. ഓക്കെ, കറക്റ്റ് ആൻസർ ആട്ടോ, മിടുക്കൻ. യെസ്, മ്യൂട്ട് ചെയ്തോളൂ. വെൽക്കം ടു ദ സെഷൻ മെഹർ. സോ ഐസക് ന്യൂട്ടൺ ഒരു ദിവസം ആപ്പിൾ മരത്തിന്റെ അടിയിൽ ഇരിക്കുമ്പോ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. അപ്പൊ ഐസക് ന്യൂട്ടൺ ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും സാധനങ്ങളൊക്കെ ഭൂമിയിലോട്ട് താഴോട്ട് വരുന്നത്? ഈ താഴോട്ട് വരുന്ന പോലെ തന്നെ മുകളിലോട്ട് അതിന് പൊക്കൂടെ? ഓക്കെ, സോ എന്തുകൊണ്ടാ താഴോട്ട് വരുന്നേ? ഭൂമിയില് ഒരു ആകർഷണം ഉള്ളതുകൊണ്ട്, ഭൂമിയിലേക്ക് ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ട്. ആ അട്രാക്ഷനെയാണ് ആൾ എന്തെന്ന് വിളിച്ചത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സാധനങ്ങൾ താഴേക്ക് വീഴുന്നതൊക്കെ നമ്മൾ പറഞ്ഞ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാ. സയൻസിലെ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു സംഭവം നോക്കിയേ. ഐസ് ഉരുകി അതിന്റെ രൂപം മാറി വെള്ളായി അല്ലെ? സോ ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറുന്നത് കെമിസ്ട്രിയിൽ വരുന്ന ഭാഗങ്ങളാ. ഓക്കെ, കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കും. പിന്നെ ഈ ചെടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, ഓക്കെ, അതൊക്കെ വരുന്നത് ബയോളജി. സോ അതിന്റെ ഈ ഒരു ചെറിയ ഇൻസിഡന്റ് എടുത്തപ്പോ കണ്ടോ, ഫിസിക്സ് വന്നു, കെമിസ്ട്രി വന്നു, ബയോളജി വന്നു. ഇതൊക്കെ ചേർന്നതാണ് ബേസിക് സയൻസ് അല്ലെ? സോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡ് പോലും നമുക്ക് സയൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബേസിക് സയൻസ് ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല. ഓക്കെ, സോ ബേസിക് സയൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലോ സയൻസില്? ഓക്കെ, ഓൾറൈറ്റ്, യെസ്. സോ നമുക്ക് സയൻസിൽ ഒരുപാട് ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. തൗസൻഡ്സ് അല്ല, 10,000s അല്ല, ലാക്സ്, 10 lakhs, അതിനു മീതെ ആൾക്കാരുണ്ട് നമുക്ക് സയൻസിൽ പഠിക്കാൻ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓരോരുത്തരെയും പറ്റി കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എളുപ്പമാണോ അല്ലയോ? ആണെങ്കിൽ ഇതിങ്ങനെ കളിച്ചോ, അല്ലെങ്കിൽ ഇതിങ്ങനെ കളിച്ചോ, നോക്കട്ടെ. നോഡ് യുവർ ഹെഡ്, ബ്രേക്ക് യുവർ ലെഗ്. അല്ല, മെഹർ പറയുന്നു ആണ് മിസ്സേ, എനിക്കിതൊക്കെ പുഷ്പം പോലെ പഠിക്കാൻ പറ്റും. 10 ലക്ഷം ഒക്കെ ഉള്ളൂ, സുഖമായിട്ട് ഞാൻ പഠിക്കുവാണോ? ഇല്ല അല്ലെ? സോ ഓരോരുത്തരെ പറ്റി ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം സമയം ചെലവുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ എല്ലാവരും അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ കുറെ സയന്റിസ്റ്റുകൾ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാട്ടോ. അതിൽ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, ശരിയാ, എല്ലാവരെയും പറ്റി പഠിക്കാന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് അങ്ങോട്ട് തിരിക്കാം. ഓക്കെ, ഓരോ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചാൽ എളുപ്പമായിരിക്കും. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടം അല്ലേ? ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമല്ല എല്ലാവർക്കും? അതെ. അക്ഷിത് ആണോ സർ സെക്കൻഡ് റോയിൽ സെക്കൻഡ് വൺ ഉള്ളത്? സോറി, തേർഡ് റോയിൽ സെക്കൻഡ് വൺ. അക്ഷിത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. അക്ഷിത്തിന് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? അക്ഷിത്, ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? അക്ഷിത് അവിടെ ഇല്ലേ? അക്ഷിത്, അയ്യോ അത് ആദില സർ. വൈഗ എവിടെ? വൈഗേനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സർ. അക്ഷിത്, അക്ഷിത് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു ദിവസം അക്ഷിത് അമ്മയുടെ അച്ഛന്റെയും കൂടെ ഷോപ്പിങ്ങിന് പോവാ. പോകുന്നത് എവിടെയെന്നറിയോ? ഒരു സൂപ്പർ മാർക്കറ്റില്. എല്ലാവരും ഒന്ന് ആലോചിക്കട്ടാ, എല്ലാവരും ആലോചിച്ചോ. അക്ഷിത് സൂപ്പർ മാർക്കറ്റിൽ പോവാ. അക്ഷിതിന് എന്താ വേണ്ടതെന്നറിയോ? ചോക്ലേറ്റ്. ഓക്കെ, അക്ഷിതിന് വേണ്ടത് ചോക്ലേറ്റ്. അങ്ങനെ അക്ഷിത് സൂപ്പർ മാർക്കറ്റിൽ കയറി. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഓരോ സാധനങ്ങളും ഓരോരോ സെക്ഷനിലായിരിക്കും ഉണ്ടാവുക അല്ലെ? ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റുകൾ എല്ലാം ഇരിക്കുന്നത് ഒരു സെക്ഷനിലാ അല്ലേ? ഇനിയിപ്പോ മുളക് പൊടി ആണെങ്കിലോ എല്ലാ മുളക് പൊടിയും കൂടെ വേറൊരു സെക്ഷനില്. അപ്പൊ എന്തിനായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ
സാധനങ്ങൾ ഇങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിക്കുന്നത് അക്ഷിത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നല്ല, എടുക്കാൻ എളുപ്പത്തിന്, നമ്മുടെ ഷോപ്പിംഗ് എളുപ്പാക്കാൻ വേണ്ടിട്ട്. അതേപോലെ തന്നെ നമുക്ക് കുറെ ആൾക്കാരെ പറ്റി പഠിക്കാനുള്ളത് കൊണ്ട് ഈ ആൾക്കാരെല്ലാം ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്തിന്? നമ്മളുടെ പഠനം എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സയന്റിസ്റ്റ് എല്ലാവരും സയൻസിൽ ഉണ്ടായ കോമ്പൗണ്ട്സിനെ 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു മക്കളെ. ഏതൊക്കെയാണെന്നറിയോ? ആസിഡ്, ബേസ് ആൻഡ് സോൾട്സ്. എന്തായിട്ടാണ് ലൈക് ഡിവൈഡ് ചെയ്തത്? ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും സോൾട്സ് ആയിട്ടും. നിങ്ങൾ ആസിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആസിഡ്സ്, ബേസസ്, സോൾട്സ്. യെസ്, മിസ് ഇപ്പൊ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സോൾട്ട്. അപ്പൊ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ശരി, നമുക്ക് ഇവരെ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം, ഇങ്ങനെ ഗ്രൂപ്പ് ആക്കാം. അപ്പൊ വേറെ ആള് അവിടെ നിന്ന് എല്ലാവരും കൈയടിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വേറൊരാൾ ഡൗട്ട് ചോദിച്ചു, നമുക്ക് ഗ്രൂപ്പ് ആക്കാം, പക്ഷെ നമ്മൾ എങ്ങനെ അവരെ ഗ്രൂപ്പ് ആക്കും? എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രൂപ്പ് ആക്കും? അപ്പൊ മറ്റേ സയന്റിസ്റ്റ് പറഞ്ഞു, സിമ്പിൾ അല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ. ഓക്കെ, നിങ്ങൾ എത്ര പേര് നാരങ്ങ പച്ചയ്ക്ക് കഴിക്കും? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നാരങ്ങ വെള്ളത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്നേ, ലെമൺ. നോർമൽ ആയിട്ടുള്ള ഒരു നാരങ്ങ എടുത്ത് അത് 2ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്, കുറെ പേരോട് ഹാൻഡ് റൈസ് ചെയ്ത് മിസ് ഞാൻ. ഓ ഉണ്ട്. ആരുഷിനൊന്ന് വിളിച്ചു. നേരത്തെ ആരുഷിനെ വിളിക്കാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ. ആരുഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരുഷ്, ഈ ലെമണിന്റെ ടേസ്റ്റ് എങ്ങനെയാ? അയടാ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ആരുഷിന്. ഒന്നുകൂടെ റിക്വസ്റ്റ് അയക്കാട്ടോ മിസ്. സാർ റിക്വസ്റ്റ് അയച്ചു. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. യെസ് ആരുഷ്, ലെമണിന്റെ ടേസ്റ്റ് എന്താ കുട്ടാ? കറക്റ്റ് ആയിട്ട് മിസ്സിന് കേൾക്കുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, സാരില്ല, പോട്ടെ. സോ ഈ നാരങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന് ഭയങ്കര പുളിയായിരിക്കും അല്ലേ? ഭയങ്കര പുളിപ്പല്ലേ നാരങ്ങക്ക്? യെസ്, നാരങ്ങക്ക് എന്തുകൊണ്ടാണെന്നറിയോ ഇത്രയും പുളിപ്പുള്ളത്? യെസ്, ആരുഷ് പറയുന്നു യെസ് മാം, പുളിപ്പാണ്. കാരണം നാരങ്ങയുടെ ഉള്ളില് ആരുള്ളത് കൊണ്ടാ? ആസിഡ് ഉള്ളത് കൊണ്ടാ. ഓക്കെ, വെരി ഗുഡ്, മിടുക്കൻ ആരുഷ്. ആസിഡ് ഉള്ളത് കൊണ്ടാ. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് ഭയങ്കര പുളിപ്പാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും? നമ്മൾ അവരെ വിളിക്കും ആസിഡ് എന്ന്. ഓക്കെ, ആസിഡ്. യെസ്, വെരി ഗുഡ്. ഇതാണ് ആസിഡിന്റെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ. അപ്പൊ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു ഹെഡിങ് അങ്ങോട്ട് കൊടുത്തേ, ആസിഡ്സ്. ആസിഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആസിഡ്സ്. ഓക്കെ, ഇതാണ് ആസിഡ്സിന്റെ ഡെഫിനിഷൻ. കെമിക്കൽ സബ്സ്റ്റൻസസ് ഓഫ്, കെമിക്കൽ എന്നൊക്കെ എഴുതാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കെമിക്കൽ നിങ്ങൾ തൽക്കാലം ഇപ്പൊ പഠിക്കണ്ട, സബ്സ്റ്റൻസസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സവർ ടേസ്റ്റ്. സവർ എന്ന് വെച്ചാൽ എന്താ? പുളിപ്പ്. പുളിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സവർ. ഓക്കെ, സവർ എന്നാ നമ്മൾ പറയാം. സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സവർ ടേസ്റ്റ്, അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആസിഡ്സ് എന്ന് വിളിക്കും. അപ്പൊ എഴുതിക്കോ ഡെഫിനിഷൻ. രുചിച്ച് നോക്കിയിട്ട്, ടേസ്റ്റ് നോക്കിയിട്ട് അവർക്ക് ഭയങ്കര പുളിപ്പാണെങ്കിൽ അത് എന്താണ്? അത് ആസിഡ് ആണ്. കഴിച്ചു നോക്കുമ്പോ പുളിയായിട്ടുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നെ. തൈരിന് ഭയങ്കര പുളിയല്ലേ? അല്ലേ? ഓറഞ്ച്, ലെമൺ, ഇതിനൊക്കെ ഭയങ്കര പുളിപ്പാണല്ലേ? വിനേഗർ. കാരണം എന്താ? ഇതിനുള്ളിലൊക്കെ ആസിഡ് ഉള്ളതുകൊണ്ടാ. ഓക്കെ, ആസിഡ്. യെസ്. പച്ചമാങ്ങ ഭയങ്കര പുളിയല്ലേ?
എഴുതി കഴിഞ്ഞു. മിസ് ഒരു സ്ലൈഡ് കാണിച്ചിട്ട് അത് എഴുതി കഴിഞ്ഞെങ്കിൽ മിസ് പറയും ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ വേവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ മിസ്സിന് മനസ്സിലാവും നിങ്ങളുടെ എഴുതി കഴിഞ്ഞു. ഒന്ന് വേവ് ചെയ്തേ നോക്കട്ടെ. വേവ് ടു ദ ക്യാമറ എവരിവൺ. ആ വെരി ഗുഡ് വെരി ഗുഡ്. കുറച്ച് പേർക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് പേര് അതൊന്നും നോക്കണ്ട. ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആസിഡ്സിനെ പറ്റി എഴുതി. ഓക്കെ, ഇനി മിസ് അടുത്ത ഒരു സ്ലൈഡ് കാണിച്ചു തരാൻ പോവാണ്. ആദ്യം നമ്മൾ ആ സ്ലൈഡ് എഴുതും, എന്നിട്ട് മിസ് പറഞ്ഞു തരും അതെന്താന്ന്. റെഡി അല്ലേ? സ്ലൈഡ് കാണിച്ചു തരട്ടെ. യെസ്, നമുക്ക് 2 ടൈപ്പ് ആസിഡ് ഉണ്ട് മക്കളെ. എത്ര ടൈപ്പ് ആസിഡ് ഉള്ളത്? മതിയുടെ കുട്ടാ, മിസ് കണ്ടു പല ടൈപ്പിലുള്ള വേവ് അവിടെ. അലി വെരി ഗുഡ് നൈസ്. അതേപോലെ ഇപ്പൊ എനർജറ്റിക് ആയിട്ടിരിക്കണം കേട്ടാ. യെസ്, 2 ടൈപ്പ് ആസിഡ് ഉണ്ട് നമുക്ക്. എത്ര ടൈപ്പാ? 2 ടൈപ്പ്. ഓക്കെ, അപ്പൊ ആദ്യം ഒന്ന് എഴുതിയേ, എന്നിട്ട് മിസ് പറഞ്ഞുതരാം എന്താണ് ഇതൊക്കെ. സോ ടൈപ്സ് ഓഫ് ആസിഡിന്റെ ഹെഡിങ് കൊടുക്കുക. ഇതേപോലെ 2 ആരോ മാർക്ക് കൊടുക്കുക. എന്നിട്ട് എഴുതുക ഓർഗാനിക് ആസിഡ്സ്, ഇൻഓർഗാനിക് ആസിഡ്സ്. ഓർഗാനിക് ആസിഡ് എന്ന് എഴുതുക, ഇൻഓർഗാനിക് ആസിഡ് എന്ന് എഴുതുക. പെട്ടെന്ന് എഴുതിക്കോ. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മിസ്സിന് പറഞ്ഞു തരണ്ടല്ലോ, വേവ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ് റിയ. റിയ സൂപ്പർ ഫാസ്റ്റോ. എനിക്ക് വയ്യ. ഇനി എവിടെ? ഇനി കുറെ പേര് ക്യാമറ ഓൺ ചെയ്യാനുണ്ടല്ലോ. വൈക ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. മിടുക്കി. പാർവൻ, മുഹമ്മദ്, അക്ഷത്, പിന്നെ തേർഡ് റോ അനികേത് ഒന്ന് ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. യെസ്, അപ്പൊ എല്ലാവരും വേവ് ചെയ്യുന്നുണ്ട്. ഇനി പെൻ അവിടെ വെച്ചോ. യു ക്യാൻ പുട്ട് ഡൗൺ യുവർ പെൻ. പെന്നെ താഴെ വെച്ചോട്ടാ. എല്ലാവരും വെച്ചേ. ഇനി നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഈ മിസ് എന്താണ് വായയിൽ പോലും കൊള്ളാത്ത വാക്കുകളൊക്കെ ഈ സ്ലൈഡിൽ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന്. ഓർഗാനിക് ആസിഡ്, ഇൻഓർഗാനിക് ആസിഡ് കേൾക്കുമ്പോ തന്നെ പേടിയാവും. പക്ഷേ ആ പേരിലുള്ള വലുപ്പം മാത്രമേ ഉള്ളൂ. പാവങ്ങളാണ് 2 പേരും. മിസ് പറഞ്ഞുതരാം എന്താണെന്ന്. ഓക്കെ, നമുക്ക് ആസിഡിനെ 2 ആയിട്ട് തിരിക്കാം. എന്തിന്റെ ആണെന്നറിയോ? നമുക്ക് എവിടെ നിന്നാണ് ഈ ആസിഡ് കിട്ടുന്നത് എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ആസിഡ് കിട്ടുന്നത് ജീവനുള്ള ആൾക്കാരിൽ നിന്നാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കും ഓർഗാനിക് ആസിഡ്. എന്തിനാ മിസ് പറഞ്ഞേ? നമുക്ക് ജീവനുള്ള ആൾക്കാരിൽ നിന്നാണ് ആസിഡിനെ കിട്ടുന്നത് എങ്കിൽ അത് ഓർഗാനിക് ആസിഡ്. ജീവനുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടുന്ന ആസിഡിനെ ഓർഗാനിക് ആസിഡ് എന്നാ നമ്മൾ പറയാം. ക്ലിയർ ആയോ? ഒരെണ്ണം ജീവനുള്ള ആൾക്കാരിൽ നിന്നാണെങ്കിൽ മറ്റാൾ എന്തായിരിക്കും? ജീവനില്ലാത്ത ആൾക്കാരിൽ നിന്ന്. അപ്പൊ ഇൻഓർഗാനിക് ആസിഡ്സ് എവിടുന്നാ കിട്ടുക? ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന്. ലൈക്ക് റോക്സ് ആൻഡ് മിനറൽസ്. വലിയ വലിയ പാറക്കല്ലുകളിൽ നിന്നും മിനറൽസിൽ നിന്നുമാണ് നമുക്ക് ആ ആസിഡിനെ കിട്ടുന്നതെങ്കിൽ അതെന്ത് ആസിഡാണ്? അത് ഇൻഓർഗാനിക് ആസിഡാ. ക്ലിയർ ആയോ? ഓർഗാനിക് ആസിഡ് ജീവനുള്ള ആൾക്കാർ, ഇൻഓർഗാനിക് ആസിഡ് ജീവനില്ലാത്ത ആൾക്കാർ. സിമ്പിൾ അല്ലേ? എന്നെല്ലാരും കൂടെ ഒരുമിച്ച് മിസ്സിന്റെ കൂടെ ഒരുമിച്ച് ഡെഫിനേഷൻ എഴുതിക്കോ. ഓർഗാനിക് ആസിഡ് എന്ന് എഴുതിയതിന്റെ തൊട്ടടിയിലായിട്ട് എഴുതിക്കോ. ഒബ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താ? കിട്ടുക, ലഭിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? യെസ്, ഒബ്റ്റെയിൻഡ് ഫ്രം ലിവിങ് സോഴ്സസ്. ജീവനുള്ള ആൾക്കാരിൽ നിന്ന്. ലിവിങ് സോഴ്സസ് like plants and animals. Okay? Inorganic acids. So, inorganic acids are obtained from non-living sources. ജീവൻ ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന്. Non-living sources like rocks. വലിയ വലിയ പാറക്കല്ലുകൾ. Rocks and minerals. റോക്സിൽ നിന്നും മിനറൽസിൽ നിന്നും. കണ്ടോ? കഴിഞ്ഞു. സിമ്പിൾ. ഇത്രേ ഉള്ളൂ.
So second row, last one. സനീഹ. സനീഹ എഴുതി കഴിഞ്ഞോ സനീഹ? ഒരു റിക്വസ്റ്റ് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവും, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ പറ്റും. എഴുതി കഴിഞ്ഞോ? സനീഹയുടെ അമ്മ എഴുതി കഴിഞ്ഞോ എന്ന് പറ. എഴുതിയോ? കഴിഞ്ഞിട്ടില്ല. സനീഹ, സനീഹയുടെ അമ്മ, സനീഹയുടെ അനിയന്റെ പേരെന്താ? പേര് കേട്ടില്ല മിസ്. സനൈ. ഓക്കെ, സനീഹയും സനയും. അടിപൊളി അടിപൊളി. എല്ലാരും കൂടെ ചേർന്നാണ് ഇന്നത്തെ ബേസിക് സയൻസ് ക്ലാസ് പഠിക്കുന്നത്. അടിപൊളി, വെരി ഗുഡ്. ഓക്കെ, യെസ്. സോ നമ്മൾ ഓർഗാനിക് ആസിഡും പഠിച്ചു, ഇൻഓർഗാനിക് ആസിഡും പഠിച്ചു. ഇനി നോക്ക്, ഇനി നമ്മള് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡിലേക്കാ പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം മിസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞേ? നമ്മള് കുറച്ച് ഓർഗാനിക് ആസിഡിന്റെ പേര് പഠിക്കാൻ പോവാ. ആരുടെ പേരാ? ഓർഗാനിക് ആസിഡിന്റെ. ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നമുക്ക് +2 വരെ വേണം. ഓക്കെ, സോ ഇപ്പോഴേ നല്ല അടിപൊളിയായിട്ട് തെറവായിട്ട് പഠിച്ചാ +2 വരെ പിന്നെ നോക്കണ്ട. ഓക്കെ, ഉറപ്പല്ലേ? പഠിക്കില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണേ. അടുത്ത സ്ലൈഡിലേക്ക് പോവാ. നാച്ചുറൽ സോഴ്സ് ആൻഡ് ആസിഡ്. ഓക്കെ, ഓർഗാനിക് ആസിഡ് എപ്പോഴും പ്ലാന്റ്സിലും ആനിമൽസിലും ആണ് ഉണ്ടാവുന്നത്, മിസ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി ആ ഓർഗാനിക് ആസിഡിന്റെ അടിയിലായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇങ്ങനെ ടേബിൾ ഒന്നും വരയ്ക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, എഴുതണ്ട, മിസ് പറയുമ്പോ എഴുതിയാൽ മതി. ഒരുമിച്ച് നമുക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് അടുക്കളയില് വിനേഗർ ഉണ്ടാവും ഇല്ലേ? വിനേഗർ ഇല്ലേ? വൈഗ, ഇന്ന് വൈകിക്ക് എന്ത് പറ്റി? ഒരു സന്തോഷമില്ലല്ലോ വൈകിക്ക്. വൈകിയൊന്ന് അൺമ്യൂട്ട് ചെയ്തേ സാർ. ഇച്ചിരി സീരിയസ് ആയിട്ടാണ് വൈഗ ക്ലാസ്സിലിരിക്കുന്നത്. വൈഗ എന്ത് പറ്റി? സ്കൂളിൽ എന്തേലും തല്ല് പിടിച്ചോ ആരെങ്കിലും ആയിട്ട്? സത്യം പറയണം. ഇല്ല, അടിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഒരു ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? മിസ് ബേസിക് സയൻസ് ഭയങ്കര സീരിയസ് ആയിട്ട് പറയല്ലേ, പിന്നെ ഞാൻ ഇങ്ങനെ ചിരിക്കും, അതാണോ പ്രശ്നം? ഇല്ല. വൈഗയുടെ വീട്ടില് അടുക്കളയില് വിനേഗർ ഇരിപ്പുണ്ടോ? ഉണ്ട്. വിനേഗറിന്റെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? വിനേഗർ എന്നാണോ, വിനാഗിരി എന്നാണോ, സുർക്ക എന്നാണോ? സുർക്ക. ഓക്കെ. ഈ സുർക്കൊക്കെ ഇങ്ങനെ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോ അതിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? സുർക്കയുടെ ടേസ്റ്റ് എന്താ വൈക? അർജുൻ സാർ പറയുന്നത് സുർക്കയ്ക്ക് ഭയങ്കര സ്വീറ്റ് ആണോ സർ? അർജുൻ സാറിന്റെ നാട്ടിലെ സ്വർക്കൊക്കെ ഭയങ്കര മധുരാട്ടോ. ഓക്കെ, പിന്നെ പറഞ്ഞു. നമ്മുടെ സാധാരണ നാട്ടിൽ, ഞാൻ സാധാരണക്കാരുടെ കാര്യം സാർ ചോദിച്ചത്. പറ വൈക, സ്വർക്കയുടെ ടേസ്റ്റ് എന്താ? വെരി ഗുഡ്, പുളിയുണ്ട്. ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് വലിയ വികാരമൊന്നുമില്ല, ഞാൻ കുടിക്കുമ്പോ പച്ചവെള്ളം കുടിക്കണ പോലെ ഉണ്ടാവാന്ന് വിചാരിച്ചു. പക്ഷെ ചെറിയ പുളിയൊക്കെ ഉണ്ട് അല്ലെ? യെസ്. വിനേഗറിന് എന്താണെന്നറിയോ പുളി ഉണ്ടാവാൻ കാരണം? അതിന്റെ ഉള്ളിൽ ആസിഡ് ഉള്ളതുകൊണ്ടാ. ഓക്കെ, വൈകിക്ക് അറിയോ വിനേഗറിന്റെ ഉള്ളിലുള്ള ആസിഡ് ഏതാന്ന്? കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? ലാക്റ്റിക് ആസിഡ് അല്ല, അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, എന്നാലും ശ്രമിച്ചല്ലോ. ലാക്റ്റിക് ആസിഡ് ഓർഗാനിക് ആസിഡ് ആണ്. വെരി ഗുഡ്, നമ്മൾ കാണും ലാക്റ്റിക് ആസിഡിനെ കേട്ടോ. സോ എല്ലാവരും എഴുതിക്കോ, വിനേഗർ. വിനേഗറിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേര് അസറ്റിക് ആസിഡ്. അപ്പൊ ഇനി അടുത്ത തവണ നിങ്ങൾ അടുക്കളയിൽ പോകുമ്പോ അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ വിനേഗർ എടുത്താൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, വിനേഗറിന് പുളി വരാൻ എന്താ കാരണം? അതിന്റെ ഉള്ളിൽ ആസിഡ് ഉണ്ട്. ആ ആസിഡിന്റെ പേരെന്താ? അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡ് എഴുതിക്കോ, അസറ്റിക് ആസിഡ്. ഇനി അടുത്തത് നമ്മുടെ ഓറഞ്ച്, ലെമൺ. ഓക്കെ, സോ നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ ഒരു ആസിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ആസിഡിന്റെ പേരാണ്, ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്ത്. ഹാൻഡ് റേസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ റേസ് ഹാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റേസ് ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് റേസ്. അലിക്ക് അറിയോ? അലി ഹാൻഡ് റേസ് ചെയ്തിരുന്നോ? സർ ഫസ്റ്റ് റോ, എനിക്ക് തോന്നുന്നു തേർഡ് വൺ. യെസ്, ആളുടെ പേരെന്താ? ആൽവിൻ. ആൽവിൻ അല്ലേ ഇത്? യെസ്, ആൽവിൻ. പറ ആൽവിൻ. പറ ആൽവിൻ.
സിട്രിക് ആസിഡ്. എടാ മിടുക്ക, കറക്റ്റ് ആൻസർ. ഓറഞ്ചിലും ലെമണിലൊക്കെ ഉള്ള ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ്. എഴുതിക്കോ, സിട്രിക് ആസിഡ്. My name is not Alvin. My name is Albina. അൽവിന എന്നാണോ? അതില് പക്ഷെ ആൽവിൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അല്ലേ അല്ലേ? സോറി കുട്ടാ, ഇത്ര ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതുകൊണ്ട് മിസ് എന്താണെന്ന് വായിച്ച് ആൽവിൻ. അപ്പൊ എന്നിട്ട് ഞാൻ അർജുൻ സാറിനോട് ചോദിച്ചു, സാർ ആൽവിൻ അല്ലേ എന്ന്. അപ്പൊ അർജുൻ സാർ പറയാം, യെസ് മാം, യെസ് മാം, അൽവീനയാണ് സാർ, ആൽവിൻ അല്ല. Got it. Yeah. ഞാൻ ഏതാ നെറ്റ് കേട്ടില്ല. It's okay. Sorry കുട്ടാ, sorry. Yes. Okay. So it is citric acid. Citric acid. അടുത്തത് ടാമറിൻഡ്. ടാമറിൻഡ് എന്താ? പുളി. ഓക്കെ, പുളിക്ക് പുളി എന്ന് പേര് വരാൻ കണ്ടെന്താ? അതിന് ഭയങ്കര പുളി ആയതുകൊണ്ടാ. അലി ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. സാർ പറ അലി. ടാർട്ടാറിക് ആസിഡ്. വെരി ഗുഡ് അലി. ഈ പുളി ഉണ്ടല്ലോ, പുളി ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണോ? വെരി ഗുഡ്. പക്ഷെ എപ്പോഴും കഴിക്കരുത് കേട്ടോ, വയറിന് നല്ലതല്ല. ഓക്കെ, വെരി ഗുഡ്. സോ ടാമറിൻഡിലുള്ള ആസിഡിന്റെ പേരാണ് ടാർട്ടാറിക് ആസിഡ്. എഴുതിക്കോ, ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ്. Tartaric acid. Okay. Yes. അടുത്തത് ടൊമാറ്റോ. തക്കാളിയുടെ ഉള്ളിൽ സിട്രിക് ആസിഡ് ഉണ്ട് കേട്ടോ. സിട്രിക് ആസിഡ് ഉണ്ട്. പക്ഷേ സിട്രിക് ആസിഡിനേക്കാൾ കൂടുതൽ അളവിൽ മറ്റൊരു ആസിഡ് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ആ ആസിഡിന്റെ പേരാണ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, തക്കാളിയുടെ ഉള്ളിലുള്ള ആസിഡ് ഏതാ? ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ്. അർജുൻ സാർ ഒരു തുമ്മല്. മഴ നനഞ്ഞോ സർ? അർജുൻ സാറിന് ഭയങ്കര കോൾഡാ. ഓക്കെ, അടുത്തത് കേർഡ് എന്താ? തൈര്. തൈരിനുള്ളിലുള്ള ആസിഡ് ആണ് നമ്മുടെ വൈഗക്കുട്ടി നേരത്തെ പറഞ്ഞ ആസിഡ്. ഏതായിരുന്നു? ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ്. യെസ്, വെരി ഗുഡ്. ലാക്റ്റിക് ആസിഡ് എഴുതിയോ? ലാക്റ്റിക് ആസിഡ്. സർ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആരാ? യെസ്, ശിവനന്ദിനി എഴുതിയോ? ലാക്റ്റിക് ആസിഡ് വരെ എഴുതിയോ? ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ച് ഓർഗാനിക് ആസിഡിനെ പറ്റിട്ടാ പറഞ്ഞിരുന്നത് കേട്ടോ ശിവനന്ദിനി. ഓക്കെ, യെസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ സർ. അടുത്തതാണ് ആൻഡ് സ്റ്റിംഗ്. ആൻഡ് സ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഉറുമ്പൊക്കെ കടിക്കുക. ഉറുമ്പ് കടിക്കുമ്പോ നമ്മൾ പോലും അറിയാതെ ആ ഉറുമ്പ് എന്താ ചെയ്യണേന്ന് അറിയോ? നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആസിഡിനെ ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നുണ്ട്. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? സോ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് ഉറുമ്പ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആസിഡിനെ ഇൻജെക്ട് ചെയ്യും. ആ ആസിഡിന്റെ പേരാണ്, മിസ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, ഇതാ പിടിച്ചോ, ഫോർമിക് ആസിഡ്. എന്താ ആസിഡിന്റെ പേര്? ഫോർമിക് ആസിഡ്. എഴുതിക്കോ, കഴിഞ്ഞു, ടേബിൾ കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും പഠിച്ചാൽ തന്നെ ധാരാളം. ഓക്കെ, സോ ഇവരൊക്കെ എന്താ? ഇവരൊക്കെ നമ്മുടെ ഓർഗാനിക് ആസിഡിന്റെ എക്സാമ്പിൾസ് ആ. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ കാണുന്ന ആസിഡ്സ്. ഇനി മിസ് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരും. ആ 2 മിനിറ്റ് സമയം കൊണ്ട് പെട്ടെന്ന് നീ ടേബിൾ ഒന്ന് പഠിച്ചേ. വിനേഗറിലുള്ളത് അസറ്റിക് ആസിഡ്, ഓറഞ്ചിലും ലെമണിലും ഉള്ളത് സിട്രിക് ആസിഡ്, ടാമറിൻഡ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ടാമറിൻഡ് ടാർട്ടാറിക്, ടാമറിൻഡ് ടാർട്ടാറിക് ആസിഡ്.
ഓക്കെ. ടൊമാറ്റോ, ടൊമാറ്റോ അത് എൻഡ് ചെയ്യുന്നത് ഓയിലാണല്ലേ, അപ്പൊ അതിലുള്ള ആസിഡും തുടങ്ങുന്നത് ഓയിലായിരിക്കും. ഓക്സാലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. പിന്നെ തൈരിലുള്ളത് ലാക്റ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ആൻസ്റ്റിങ്, ഉറുമ്പ് കടിക്കുമ്പോൾ അതേപോലെ തേനീച്ച കുത്തുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആസിഡിനെ ഇഞ്ചെക്ട് ചെയ്യും. ആ ആസിഡിന്റെ പേരാണ് ഫോർമിക് ആസിഡ്, ഫോർമിക് ആസിഡ്. ഓക്കെ. ഇനി പഠിച്ചു കഴിഞ്ഞവർ എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു തംസ് അപ്പ് കാണിച്ചു തന്നാൽ മതി മിസ്സിന്റെ സ്ക്രീനിൽ. ഒരു തംസ് അപ്പ് കാണിച്ചേ, മിസ്സേ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആരാ? വിളിക്കണ്ട, ജസ്റ്റ് നെയിം. എല്ലാരും വികൃതിയായ അത് എന്താ പറയാ? തകൃതി, സോറി വികൃതി അല്ല, തകൃതി, തകൃതിയായ പഠിപ്പിലാണ്. യെസ്. എന്തോ വേണമെന്നില്ല സാർ. ഓക്കെ, കഴിഞ്ഞോ? സിമ്പിൾ അല്ലേ? അൽവീന മിസ് ചെയ്തൊക്കെ സിമ്പിൾ, എന്നെ എപ്പോഴേ പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പോരട്ടെ. വെരി ഗുഡ്. സോ ഫസ്റ്റത്തെ തംസ് അപ്പ് കിട്ടി മിസ്സിന് അൽവീനയുടെ അടുത്തുനിന്ന്, അടുത്ത തംസ് അപ്പ് അലിയുടെ അടുത്തുനിന്ന് കിട്ടി. പിന്നെ ആരൊക്കെയാ പഠിച്ചു കഴിഞ്ഞേ? പൈഗ, ആരുഷ്, റസീൻ, മെഹർ പഠിച്ചു കഴിഞ്ഞോ? റുവൈസ്, അനികേത്, അക്ഷിത്, അഞ്ജിത. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മെഹർ. യെസ്. സോ ഓൾമോസ്റ്റ് കുറെ തംസ് അപ്പ് ഒക്കെ വന്നു മിസ്സിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ക്വിസ് നടത്തിയാലോ? ഓക്കെ, ക്വിസ് ആണ്, ക്വിസ് അല്ല, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങൾക്ക് കുറച്ച് ആസിഡ്സ് തരും. ഓക്കെ, ഓപ്ഷനിൽ കുറച്ച് ആസിഡ്സ് തരും, അതിന്റെ താഴെ കുറച്ച് സെന്റൻസും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബ്ലാങ്കിൽ കൊണ്ടുപോയി ആ കറക്റ്റ് ആസിഡിനെ ഫിൽ ചെയ്താൽ മതി. ഓക്കെ. യെസ്, ആരുഷിന്റെ ബ്രദർ എനിക്ക് ടാറ്റ തരുന്നുണ്ട്, തിരിച്ചും ടാറ്റ. യെസ്. ഓക്കെ, അപ്പൊ ദാ പിടിച്ചോ, ഇതാണ് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്: സിട്രിക്, ഫോർമിക്, ലാക്റ്റിക്, ഓക്സാലിക്, ടാർട്ടാറിക്. ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എഴുതണ്ട, ക്വസ്റ്റ്യൻ എഴുതേ വേണ്ട. നിങ്ങൾ ആ ഉത്തരം മാത്രം നമ്പർ ഇട്ട് എഴുതിയാൽ മതി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മിസ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേ. താര, താര എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായി. താര സ്ക്വീസ്ഡ് എ ലെമൺ. താര എന്താ ചെയ്തേ? ഒരു നാരങ്ങ എടുത്തു, എന്നിട്ട് പിഴിഞ്ഞു, സ്ക്വീസ് ചെയ്തു. എന്നിട്ട് പറയാ, മൈ ടങ്സ് ബീൻ ഹിറ്റ് ബൈ എ ഡാഷ് ബോംബ്. താര എന്ത് കഥ വേണമെങ്കിലും പറഞ്ഞോട്ടെ, താര എടുത്തിരിക്കുന്ന സംഭവം എന്താ? ലെമൺ അല്ലേ? ലെമണിലുള്ള ആസിഡ് ഏതാണെന്ന് ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ലെമണിലുള്ള ആസിഡ് ഏതാ? സിട്രിക് ആസിഡ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് എഴുതുക? സിട്രിക് എന്ന് എഴുതുക. ഓക്കെ, സിട്രിക്, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് വായിച്ചേ. രവി, രവി rubbed his hand bite. രവിയിൽ ഒന്ന് ഉറുമ്പ് കടിച്ചു. അവിടെ ഇങ്ങനെ തലോടിയിട്ട് രവി പറയാ, that ant just gave me a shot of dash acid. ഉറുമ്പ് കടിക്കുമ്പോ ഏത് ആസിഡ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് പോവുക അത് എഴുതിയാ മതി. ഓക്കെ, അങ്ങനെ ഓരോന്നും വായിക്കുക. ഏതാണോ സാധനം എടുത്തിരിക്കുന്നത് അതിലേതാണ് ആസിഡ് എന്ന് ജസ്റ്റ് അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നോക്കട്ടെ, ആരാണ് ഫസ്റ്റ് എഴുതി കഴിയാൻ? ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഹാൻഡ് റൈസ്. എഴുതി കഴിഞ്ഞു അലി? അൽവീന എഴുതി കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് വയ്യ. ആവണി കഴിഞ്ഞോ? വൈകി എഴുതിക്കൊണ്ടിരിക്കുന്നു, സനിഹ എഴുതിക്കൊണ്ടിരിക്കുന്നു, റസീൻ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മനസ്സിൽ എഴുതാനല്ലോട്ടോ ഞാൻ പറഞ്ഞത്, നോട്ട് ബുക്കിൽ എഴുതണം. എഴുതി ഓൾറെഡി. ശരിക്കും വയ്യ, കില്ലാടികൾ തന്നെ. ആദിൽ സെറ്റല്ലേ? കറണ്ട് പോയോ ആദിൽ? കറണ്ട് പോയോ? പെട്ടെന്ന് ഒരു വെളിച്ചക്കുറവ്, സ്ഥലം മാറിയതാന്ന് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ, നമ്പർ ഇട്ടിട്ട്
ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ആ ഓക്കെ, മിസ് കണ്ടു കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. സനിഹ അല്ലേ? യെസ്, വെരി ഗുഡ്. ആരുഷ് കഴിഞ്ഞോ? ആരുഷ് കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ആ മിടുക്ക് നാദിൽ, വെരി ഗുഡ് വെരി ഗുഡ്. മിസ്സിന്റെ നോട്ട്ബുക്ക് അടക്കം കാണിച്ചു തരുന്നുണ്ട് അവിടെ. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ മിസ്സിന് പറഞ്ഞു തരും. അവണി. അവനിയാണോ ആവണിയാണോ? ആവണി അല്ലേ? ആവണി ആവണിയാണോ? ഒരു മിനിറ്റ്. ആവണിയാണോ അവനിയാണോ? ആവണിയല്ലേ? ആവണി. ആവണി, ഉറുമ്പൊക്കെ കടിക്കുമ്പോ ഏത് ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് പോവാ? ഫോമിക് ആസിഡ്. ഫോർമിക് ആസിഡ്. ഉറപ്പാണോ? ഉറപ്പാണോ? ഞാൻ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാലോ? സിട്രിക് ആസിഡ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ ആവണി എന്ത് പറയും? ആവണി പറയണം അത് തെറ്റാണ്. മിസ് തെറ്റുത്തരാ പറഞ്ഞത്. ഫോർമിക് ആസിഡ് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് പറയണം. ഓക്കെ ആവണി, കറക്റ്റ് ഉത്തരം കേട്ടോ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ഫോർമിക് ആസിഡ്. മിടുക്കി, വെരി ഗുഡ്. അടുത്തത് നമുക്ക് ആര് പറഞ്ഞുതരും? സർ മെഹർ എവിടെ? മെഹർ സർ, മെഹറിനെ വിളിച്ചേ. മെഹർ. താര വേണ്ട, താരനെ മാറ്റിയിട്ട് നമ്മൾ ആരെ വിളിക്കും? അതല്ല, മെഹറിനെ നമ്മൾ വിളിക്കാൻ എനിക്കൊരു പേര് വേണമായിരുന്നു. വൈഗ. ഓക്കെ, VYGHA തന്നെയല്ലേ വൈഗ? ഓക്കെ, സോ വൈഗ എന്ത് ചെയ്തു? വൈഗ ഒരു തക്കാളി എടുത്തു. മെഹർ തക്കാളി എടുത്തിട്ട് പറയാ, ദിസ് ടൊമാറ്റോ ഇസ് ആക്ടിങ് സസ്പീഷ്യസ്. സസ്പീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഹൈഡിങ് ഡാഷ് ആസിഡ്. ഏത് ആസിഡ് ഇരിക്കുന്നത് തക്കാളിയുടെ ഉള്ളിൽ? മെഹർ. വെരി ഗുഡ്, ഇറ്റ് ഈസ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഓക്സാലിക് ആസിഡ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി സർ സെക്കൻഡ് ഓർ ഫസ്റ്റ് വൺ ആരായിരുന്നു? സനീഹ. സനീഹ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു അൽവീനയുടെ വീട്ടില്. ഓക്കെ സനീഹ, അപ്പൊ അൽവീന എന്ത് ചെയ്തു? അൽവീന പോക്ഡ് ഹെർ കേർഡ്. പോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നോക്കുക. അതങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഹലോ ബൗൺസി ബ്ലോബ് ഓഫ് ഡാഷ് ആസിഡ്. കേർഡിന്റെ ഉള്ളിലുള്ള ആസിഡ് ഏതാ കൂട്ടാ? എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെയാ അൺമ്യൂട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അതാണോ പറയാൻ വന്നേ? സെറ്റായി. പറഞ്ഞ കൂട്ടാ, ഏത് ആസിഡാ ഉള്ളത് തൈരിന്റെ ഉള്ളില്? പറഞ്ഞ മോനെ. സനീഹ ഒന്ന് പറഞ്ഞു. സനീഹ, തൈരിന്റെ ഉള്ളിൽ ഏത് ആസിഡ്? തൈരിന്റെ ഉള്ളിലുള്ള ആസിഡ് ഇതേ ഫോർത്ത് വൺ. തൈരിന്റെ ഉള്ളിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ്. വെരി ഗുഡ്, ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ്. തൈരിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, സോ ആദിലിനെ അൺമ്യൂട്ട് ചെയ്തേ. സർ ആദിൽ. ആദിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആദിൽ, നമ്മുടെ അലി ഉണ്ടല്ലോ, അലി എന്താ ചെയ്തതെന്നറിയോ? ഒരു ചിപ്സ് എടുത്തിട്ട് ടാമറിന്റെ കൊണ്ട് ഒരു ചട്നി ഉണ്ടാക്കി. ഓക്കെ, ചട്നി ഉണ്ടാക്കിയിട്ട് അതിന് ബുക്കിയൊക്കെ നോക്കിയിട്ട് പറയാ, അടിപൊളിയായിട്ടുണ്ട്. ഈ ചട്നിയുടെ ഉള്ളിൽ ഏതോ ഒരു ആസിഡ് ഉണ്ട്. ഏതാണ് ആ ആസിഡ്? പിന്നല്ല, ടാർട്ടാറിക് ആസിഡ്. വെരി ഗുഡ്, ടാർട്ടാറിക് ആസിഡ്. കണ്ടോ, എല്ലാവരും നല്ല മിടുക്കികളായിട്ട് പഠിച്ചു. കറക്റ്റ് ആൻസറാ. ഇനി ഇതുവരെ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പാർവണ് വിളിച്ചിട്ടില്ല. പാർവൺ ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ കൂട്ടാ. ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ. യെസ്, പാർവൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പാർവൺ സർ റിക്വസ്റ്റ് കൊടുക്കാം നമുക്ക്. പാർവൺ, നമ്മള് തക്കാളി കഴിക്കും
നമ്മൾ തൈര് കഴിക്കും, ആപ്പിൾ, ഓറഞ്ച് എല്ലാം നമ്മൾ കഴിക്കും. ഇതിലൊക്കെ ആസിഡ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു. ഓക്കെ, ഇതിലുള്ള ആസിഡ് എന്താ? ഓർഗാനിക് ആസിഡ് ആണ്. മിസ്സിന് ഒരു സംശയം, ഈ ആസിഡ് ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആസിഡ് ഉള്ള വസ്തുക്കളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വായ പൊള്ളി പോകുന്നുണ്ടോ? പൊള്ളി പോകുന്നുണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ നാരങ്ങ കഴിക്കാന്ന് വിചാരിക്കും, ഓക്കെ, അല്ലെങ്കിൽ തൈരൊക്കെ കുടിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലൊക്കെ ആസിഡ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു ഇല്ലേ പാർവൺ? ആ, ഇതിന്റെ ഉള്ളത് ഓർഗാനിക് ആസിഡ് ആണ്. കാരണം ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ആസിഡ് ഒക്കെ ഓർഗാനിക് ആസിഡ് ആണ്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായൊക്കെ പൊള്ളി പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്, മിടുക്കൻ. സർ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, ഈ ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത് അവരെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ വായൊന്നും പൊള്ളി പോകുന്നില്ല. ഓക്കെ, ഭയങ്കര പാവങ്ങളാ, അവർക്ക് അത്രയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ല. അപ്പൊ ഓർഗാനിക് ആസിഡ്സിനെ നമ്മൾ പറയും ദേ ആർ വീക്ക് ആസിഡ്സ്, പാവങ്ങളാ. ഓക്കെ, വലിയ ശക്തിയൊന്നും ഇല്ലാത്ത ആസിഡ്സ് ആണ് വീക്ക് ആസിഡ്സ്, പൊള്ളി പോകുന്നില്ല. അപ്പൊ ഓർഗാനിക് ആസിഡ് അടിയിലായിട്ടൊന്ന് എഴുതിയാൽ മതി, വീക്ക് ആസിഡ്സ് ആണ്. ദേ ആർ വീക്ക് ആസിഡ്സ്. നേരെ മറിച്ച് ഇൻഓർഗാനിക് ആസിഡ് അങ്ങനെയല്ല. ഓക്കെ, ഇൻഓർഗാനിക് ആസിഡ് ഏതല്ല, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആ. ഒരു തുള്ളി നമ്മുടെ കയ്യിൽ വീണാ മതി, അത്രയും ഭാഗം പൊള്ളി പോകും. ഓക്കെ, പൊള്ളി പോകും. സോ ഇൻഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത് എന്താ? അവര് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്, പൊള്ളിപ്പോവും. ഓക്കെ, നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടോ ആസിഡ് അറ്റാക്ക് സംഭവിച്ചു, കാമുകൻ കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു എന്നൊക്കെ ന്യൂസ് കേട്ടിട്ടുണ്ടാവില്ലേ? അതൊക്കെ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ആയിട്ടുള്ള ഇൻഓർഗാനിക് ആസിഡ്സ് ആ, പൊള്ളി പോകും നമ്മുടെ മുഖവും നമ്മുടെ കൈയും ഏരിയ ഒക്കെ. ഓക്കെ, യെസ്, സ്ട്രോങ് ആസിഡ്സ് ആ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഇൻഓർഗാനിക് ആസിഡ്സിന് നമ്മൾ 3 എക്സാമ്പിൾ പഠിക്കും. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ ഈ ഒരു ഗ്രേഡിന് ഈ ഒരു ക്ലാസ്സില് അവരുടെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. ഇപ്പൊ നമ്മൾ 3 ഇൻഓർഗാനിക് ആസിഡ്സിന്റെ പേര് ജസ്റ്റ് പഠിക്കാൻ പോവാണേ. ആദ്യത്തെ ആള് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ ആളാണ് സൾഫ്യൂരിക് ആസിഡ്. കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാ. കുറച്ചൊരു തുള്ളി നമ്മുടെ കൈ വീണാ പൊള്ളിപ്പോവും. അപ്പൊ എഴുതിക്കോ, ഇൻഓർഗാനിക് ആസിഡിന്റെ എക്സാമ്പിൾസ്: സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ആദ്യത്തെ എക്സാമ്പിള്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് നൈട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്, പിന്നെ നൈട്രിക് ആസിഡ്. ഒരാളെയും കൂടെ പഠിച്ചോ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ആ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസിഡ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ? യെസ്. സോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ ക്വിക്ക് ആയിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. സർ, ഒരാളെ ഇഷ്ടമുള്ള ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരെ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തോ. അൽവീന. ഓക്കെ, അർജുൻ സാറിന് ഒരു വിഷമം ആൽവിൻ എന്ന് പറഞ്ഞതുകൊണ്ട് അൽവീനെ തന്നെ ഞാൻ വിളിക്കും സാർ ഇപ്പൊ കറക്റ്റ് ആയിട്ട്. അൽവീന, ആസിഡ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമുക്ക്? എന്താ ആസിഡ്സ്? വെരി ഗുഡ്. ആസിഡ്സിന് സവർ ടേസ്റ്റ് ആണ്, പുളിയാണല്ലേ, മിടുക്കി. സാർ, അടുത്ത ആള് ആവണി. എത്ര ടൈപ്പ് ആസിഡ്സ് ഉണ്ട് നമുക്ക്? സാർ, ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് അയക്കാം. എത്ര ടൈപ്പ് ആസിഡ്സ് ഉണ്ട്?
എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. സർ റെസിൻ എന്ന് വിളിച്ചേ. റെസിൻ എത്ര ടൈപ്പ് ആസിഡ് ഉണ്ട് റെസിൻ? നമുക്ക് തേർഡ് റോ ഫസ്റ്റ് വൺ. ബാക്കിയുള്ളവരൊന്ന് ക്യാമറയിലേക്ക് കാണിച്ചത് എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ആസിഡ്? ആരിഷ് ഇത്ര ടൈപ്പ് ആസിഡ് ഉണ്ടോ നമുക്ക്? 6 ടൈപ്പ് ആസിഡാ. 6 അതെങ്ങനെ? 3 ആ? ഇതിപ്പോ 8 ആയി ആരിഷ്. 3 ആ 6 വന്നു 3 വന്നു പിന്നെ പോരട്ടെ. ഉറപ്പിച്ച ഏതൊക്കെയാണത് ഒന്ന് പറഞ്ഞേ. എത്ര ടൈപ്പ് ആസിഡ് ഉണ്ട്? ഞാൻ ആകെ 2 ടൈപ്പ് ആസിഡെ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങക്ക് 3, 6, 8 ഒക്കെ എങ്ങനെ കിട്ടിയത് എനിക്ക് മനസ്സിലായില്ല. 2 ടൈപ്സ് ആസിഡേ ഉള്ളൂ നമുക്ക്. ഓർഗാനിക് ആസിഡ്സും ഇൻഓർഗാനിക് ആസിഡ്സും. ഞാൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കാണിച്ചത്. നോക്കുമ്പോ നിങ്ങൾ ഇതേപോലെ തന്നെ 2 ടൈപ്സ് ആസിഡ്സേ ഉള്ളൂ കേട്ടോ. ഓർഗാനിക് ആസിഡ്സും ഇൻഓർഗാനിക് ആസിഡ്സും. വൈഗ എന്താ ഓർഗാനിക് ആസിഡ്സ് എന്ന് വെച്ചാൽ സർ വൈകാനും ആ പറ വൈഗ. ഓർഗാനിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആസിഡ്സ്. വെരി ഗുഡ്. വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അവരെ നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുക? നമുക്ക് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും. വെരി ഗുഡ്. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ലിവിങ് സോഴ്സസിൽ നിന്നാണ് നമുക്ക് അവരെ കിട്ടുക അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. സർ ഒരാളെ കൂടെ പാർവൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പാർവൺ എന്ത് പറ്റി? പരാതി ഉണ്ടെന്നോ? ഓ സർ ഓക്കെ ഫൈൻ സർ. യെസ് പാർവണ. സോറി പാർവൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ പാർവൺ. ആ പാർവൺ എന്താ ഹാൻഡ് റൈസ് ചെയ്ത? ആൻസർ പറയാനാണോ? അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തതാ. ഓക്കെ. സോ അങ്ങനെ നമ്മൾ കുറച്ച് ഓർഗാനിക് ആസിഡ്സിന്റെയും കുറച്ച് ഇൻഓർഗാനിക് ആസിഡ്സിന്റെയും എക്സാമ്പിൾസ് ഒക്കെ കണ്ടു അല്ലേ? ഏതായിരുന്നു ഓർഗാനിക് ആസിഡ്സിന്റെ എക്സാമ്പിൾ? അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക്, ലാക്ടിക്, ഫോർമിക്. പിന്നെ നമ്മൾ 3 ഇൻഓർഗാനിക് ആസിഡ്സും പഠിച്ചു. അത്രയും നമ്മൾ പഠിച്ചോളൂ. പിന്നെ കുറെ ക്വിസ് നടത്തി അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിർത്തിയില്? എനി ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് അപ്പൊ ക്ലിയർ ചെയ്ത് പോണം. എനി ക്വസ്റ്റ്യൻസ്? ഇല്ല മിസ്സേ, സിമ്പിൾ ക്ലാസ് ആയിരുന്നു അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. വലിയ ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ. സോ മിസ് ഈ പഠിപ്പിച്ചതൊന്നും മറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് +2 വരെ വേണം ഇവരൊക്കെ. സെറ്റ് അല്ലേ? എല്ലാവരും തംസപ്പ് ഒക്കെ മിസ്സിന് കാണിച്ചു തന്നിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ? ഓടിപ്പോവാ, ഫുഡ് കഴിക്കുക, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്.